Good morning. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ ഫോർ ടൈം വേരിയിങ് ഫീൽഡ്. നമ്മൾ പഠിച്ചതാണല്ലേ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇവിടെ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എന്ത് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കൺസെപ്റ്റിൽ തന്നെ ചെറിയൊരു ചേഞ്ച് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷനൊന്നും ചേഞ്ച് ഇല്ല. ആ ഒരു എങ്ങനെയാണ് അവിടെ ഒരു ചേഞ്ച് വരുന്നേ എന്നത് മാത്രമാണ്, ടൈം വേരിയിങ് ഫീൽഡിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു റോ എന്നതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ടുവന്ന ഇക്വേഷൻ. അതിൻ്റെ പ്രൂഫും നമ്മൾ കണ്ടതാണ്. സോ ടൈം വേരിയിങ് ഫീൽഡ് ആകുമ്പോൾ നമുക്കറിയാം ആ ചാർജ് സ്റ്റേഷനറി അല്ല, ആ ചാർജ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈം വേരിയേഷൻ്റെ ഫാക്ടർ നമുക്കവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഇതെന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫോർ ടൈം വേരിയിങ് ഫീൽഡ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു കറന്റ് ക്യാരിയിങ് കോയിലിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു EMF ആ കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് ആകുന്നു എന്ന ഫെനോമിന രണ്ടുപേരും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലിരുന്നവർ ഒബ്സർവ് ചെയ്തു. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫെനോമിനെ പറ്റി ഒരു ഇക്വേഷനിലേക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കും അത് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു whenever there is a change in the magnetic flux linked with a circuit which carries a current, an EMF is induced. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വേറൊരു വ്യക്തി അതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെൻസസ് ലോ പ്രകാരം പറഞ്ഞു ആ induced EMF will be in opposite direction to the change of cause that produces it. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൊപ്പോസ് ചെയ്തു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഫ്ലോ ഇൻ ദ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ്ഡ് ആകുന്നുണ്ട്. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സിൻ്റെ ടൈം ഡെറിവേറ്റീവിന് ഈക്വലൻ്റ് ആണ് ആ ഇൻഡ്യൂസ്ഡ് EMF, പ്രൊപ്പോർഷണലാണ്. പിന്നീട് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഫ്ലോ, അപ്പോൾ EMF ഇൻഡ്യൂസ്ഡ് ആകുമ്പോൾ EMF മൂലമുള്ളൊരു, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് ഫ്ലോ എന്നോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMFO എന്ന് വേണമെങ്കിൽ പറയാം, ഈസ് ഓപ്പോസിറ്റ് ടു ദി കോസ് ദാറ്റ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ V എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. പ്രൊപ്പോർഷണൽ ടു മൈനസ് d∅/dt ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1 ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സോ V ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt എന്ന് കിട്ടി. ഇനി മൾട്ടി ടേൺ ഉള്ളൊരു കോയിലാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടുവന്നു, മൾട്ടി ടേൺ ഉള്ള കോയിലാണെങ്കിൽ നമ്മളവിടെ n നമ്പർ ഓഫ് ടേൺസിൻ്റെ ഫാക്ടറും കൂടി ആഡ് ചെയ്യണം. സോ V ഈസ് ഈക്വൽ ടു മൈനസ് n d∅/dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ മൈനസ് n d∅/dt n d∅ എന്ന ടേമിനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ലാംഡ വെച്ചിട്ട്. സോ മൈനസ് d∝/dt വാട്ട് എവർ ഇറ്റ് ബി. ഓക്കെ, നമുക്കറിയാം ഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലാംഡ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ B ഡോട്ട് ds. ഇത് നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ അല്ലേ. സോ V ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് ഇൻ്റഗ്രൽ B ഡോട്ട് ds. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ EMFൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് dl. ഓക്കെ, പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് dl. നമുക്ക് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രൽ E ഡോട്ട് dl ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് ഇൻ്റഗ്രൽ B ഡോട്ട് ds. ഓക്കെ,
സോ ഇതാണ് ഫാരഡേസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. രണ്ട് സൈഡും നമുക്ക് ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യണം. എവിടെ? ലെഫ്റ്റ് സൈഡിൽ. ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്നത്. നമ്മളത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് അല്ലേ. എന്താ ചെയ്യുന്നത്? ലൈനിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കേൾ എടുത്താൽ അതിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കാം. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഓഫ് ദറ്റ് ഫംഗ്ഷൻ ആക്കിയാൽ അത് ഈക്വൽ ടു ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദറ്റ് ഫംഗ്ഷൻ ആണ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡി എസ് ആയി, റൈറ്റ് സൈഡ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ആയി. ഓക്കെ, സോ അതിൽ രണ്ടും സർഫസ് ഇൻ്റഗ്രലിലാണ്. നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് മാത്രമായിട്ട് എടുക്കാം. സോ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ. ഇതാണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് എസ് എ ടൈപ്പിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എഴുതണം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഇൻ്റഗ്രൽ ഫോം എഴുതണം. സോ ഫസ്റ്റ് ലോയും കൂടിയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ ഇപ്പോൾ. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിപ്പോൾ ടൈം വേരിയിങ് നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ നമ്മളിത് കണ്ടതാണ്. അവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ചാർജസ് ആയിരുന്നു അതിൻ്റെ കോസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? ടൈം വേരിയിങ് ആണ്. ഫീൽഡ് ടൈം വേരിയിങ് ആണ്. സോ അതിന് പല രീതിയിൽ നമുക്ക് ടൈം വേരിയിങ് ആയിട്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാം. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു ടൈം മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാം. അല്ലെങ്കിലോ കറൻറ്റ് വേരി ചെയ്യാം, കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ വേരി ചെയ്യാം. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നമ്മൾ കണ്ടത് സ്റ്റഡി കറൻറ്റാണ് അല്ലെങ്കിൽ ഡി സി കറൻറ്റാണ്. ഇവിടെ നമുക്ക് എ സി കറൻറ്റ് വന്നേക്കാം. സോ അവിടെ നമ്മുടെ പ്രത്യേകത എന്തായിരിക്കും? ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇയുടെയും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി അല്ലെങ്കിൽ എച്ചിൻ്റെയും കൂടെ അത് നമുക്ക് നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും പഠിച്ചപ്പോൾ നമുക്കൊരു വാല്യൂയിലേക്ക് നമുക്ക് തന്നിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്കൊരു പീക്ക് വാല്യൂ ഉണ്ടാവും, പ്ലസ് ഒരു ടൈം വേരിയിങ് ഫാക്ടറും കൂടി ഉണ്ടാവും. ലൈക്ക് ഇ ഈസ് ഈക്വൽ ടു E0 കോസ് ഒമേഗ ടി. അങ്ങനെ ഒരു ഫങ്ഷൻ കൂടി ഇതിനോട് ചേർന്ന് വരും. ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇസ് 2π ന്യൂ അല്ലേ. ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ, വിച്ച് ഈസ് ഈക്വൽ ടു 2πf. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ടൈമിനനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻ വേരി ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി എ സൈൻ വേവ്, ഇറ്റ് ക്യാൻ ബി എ കോസ് വേവ്, ഡിപ്പെൻസ്. അതല്ല വേറെ വല്ല വേവും ആകാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ് മെയിനായിട്ടും. ഇറ്റ് ഈസ് എ സൈൻ ഓർ കോസ് വേവ് ആണ്. നമ്മൾ പൊതുവേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സൈൻ ഓർ കോസ് വേവ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസ്വേഴ്സ് വേവ് ആണത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഫാക്ടറായിട്ടായിരിക്കും ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഉണ്ടാകുക. അതാണ് ഇവിടുത്തെ വ്യത്യാസം. മറ്റവിടെ നമുക്കൊരു സിംഗിൾ വാല്യൂ ഒരു മാഗ്നിറ്റ്യൂഡായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവിടെ നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് പ്ലസ് എ ടൈം വേരിയിങ് ഫാക്ടറും കൂടി ഉണ്ടാകും. ഇതാണ് ടൈം വേരിയിങ് ഫീൽഡിൻ്റെ പ്രത്യേകത. അത് മൂന്ന് രീതിയിലാകാം. റൈറ്റ്, 3 രീതിയിലാകാം. ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ കറൻറ്റ് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്യാം, കറൻറ്റും ചേഞ്ച് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ബൈ ഹാവിങ് എ സ്റ്റേഷണറി ലൂപ്പ് വിത്ത് എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, by having a time varying loop in a static magnetic field, or by having both time varying loop in a time varying magnetic field. ഈ 3 രീതിയിൽ നമുക്ക് വരാം. ഇനി ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് അത് ട്രാൻസ്ഫോമർ EMF എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം ടൈം വേരി, അതായത് നമ്മൾ AC ഡൈനാമോ DC ഡൈനാമോ ഒക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. അതിൽ ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കറൻറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, DC കറൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഒരെണ്ണത്തിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് കറൻറ്റ് AC കറൻറ്റാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് ട്രാൻസ്ഫോമറിലൊക്കെ. സോ അതുപോലെ ഇവിടെയും വി ഹാവ് എ സ്റ്റേഷണറി ലൂപ്പ് ഇൻ എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിൻ്റെ അതേ ഇത് അവിടെ നമുക്ക് ലൂപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വൺ,
ലൂപ്പിൽ പ്രശ്നമൊന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. ബട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് പോളാരിറ്റി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ ട്രാൻസ്ഫോമർ ഇ എം എഫ് എന്ന് പറയുന്നു. ഈക്വേഷനിൽ ചേഞ്ച് ഒന്നുമില്ല, ഡെൽ ക്രോസ് ഇ സ്ക്വയർ മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണെന്ന് മാത്രം, ഒരു പെർട്ടിക്കുലർ കേസാണെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കിയേക്കെ. എ സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് എ ഈസ് ഈക്വൽ ടു 0.4 മീറ്റർ ലൈസ് ഇൻ ദി XY പ്ലെയിൻ വിത്ത് ഇറ്റ്സ് ആക്സിസ് അലോങ് ദി Z ആക്സിസ്. The vector magnetic field over the surface of the loop is H equal to H0 cos omega t S cap, where H0 equal to 200 microampere per meter and F is 1 megahertz. Determine the EMF induced in the loop. അപ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? നമുക്ക് ചാപ്റ്റർ വൈസ് അല്ലല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നും എങ്ങനെയാണ് ചെയ്യണമെന്നും എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് എ ഈക്വൽ ടു 0.4 മീറ്റർ ലൈസ് ഇൻ ദ XY പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിൽ ഒരു സർക്കുലർ വയർ കിടപ്പുണ്ട്. വിത്ത് ദിസ് ആക്സിസ് അലോങ് ദി Z ആക്സിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ Z ആക്സിസ് ആണ്. അപ്പം നമുക്കൊരു ടേബിളിൻ്റെ മോള് ഇമാജിൻ ചെയ്യാം. ടേബിളിൻ്റെ മുകളിൽ ഒരു സർക്കുലർ വയറിൻ്റെ ഒരു സർക്കുലർ വയർ ലൂപ്പ് കിടക്കുവാണെന്ന് വിചാരിക്കാം. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, കിടക്കുവാണ്. ഇനി എന്താ പറയുന്നത്? ദ വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ സർഫസ് ഓഫ് ദ ലൂപ്പ്. അപ്പോൾ നമുക്കറിയാം അതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടൈം തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. H ഈക്വൽ ടു H0 cos omega t A Z cap. ഓക്കെ, വേറെ H0 ഈക്വൽ ടു 200 മൈക്രോആംപിയർ പെർ മീറ്റർ ആൻഡ് F ഈസ് ഈക്വൽ ടു 1 മെഗാഹെർട്സ്. എന്താണ് ഈ H ഈക്വൽ ടു H0 cos omega t? H എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്, നമുക്കറിയാം. സോ അതിൽ ഈ രണ്ട് ഫംഗ്ഷൻ എന്തൊക്കെയാണ്? വളരെ സിമ്പിളാണ്. ഇത് ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ഈക്വൽ ടു 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഒക്കെ വരുമ്പോൾ ഒരു 2πf ഫ്രീക്വൻസിയുള്ള ഒരു വേവാണത്. 2πf ഫ്രീക്വൻസിയുള്ളൊരു വേവ്. നമ്മൾ പറയില്ലേ ACC നമ്മുടെ കറൻറ്റ് സിഗ്നൽ 50 ഹേർട്സ് വേവ് ആണെന്ന് പറയും. ഓക്കെ, നമുക്ക് നമ്മുടെ സപ്ലൈയിൽ വരുന്ന കറണ്ട് 50 ഹേർട്സ് ആണ്. അതേപോലെ 2πf ഫ്രീക്വൻസിയോട് കൂടിയുള്ള 2π × 1 ഹേർട്സ് മെഗാഹേർട്സ് ഫ്രീക്വൻസിയോട് കൂടിയുള്ള ഒരു കൊസൈൻ വേവാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ പീക്ക് വാല്യൂ ഈസ് H0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഡിറ്റർമിൻ ദ EMF ഇൻഡ്യൂസ്ഡ്. EMF ഇൻഡ്യൂസ്ഡ് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, അല്ലേ? ഇൻ്റഗ്രൽ E ഡോട്ട് DL ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇൻ്റഗ്രൽ B ഡോട്ട് DS, അല്ലെങ്കിൽ ഡോ ബൈ ഡോ d5 ബൈ dt, അല്ലെങ്കിൽ ഡെൽ ക്രോസ് E ഈസ് ഈക്വൽ ടു മൈനസ് ഡോ B ബൈ ഡോ ടി. ഏത് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം? സോ ഇൻ്റഗ്രൽ E ഡോട്ട് DL നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് പഠിക്കാം. റൈറ്റ് സൈഡ് നമുക്ക് എടുക്കാം, മൈനസ് ഡോ B ബൈ ഡോ ടി എടുക്കാം. B തന്നിട്ടില്ല, പകരം H ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ B കണ്ടുപിടിക്കണം. എങ്ങനെ B കണ്ടുപിടിക്കുക? H തന്നാൽ B ഈസ് ഈക്വൽ ടു മ്യൂ H. ഇവിടെ മ്യൂ തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് മ്യൂ നോട്ട് എടുക്കാം. മ്യൂ നോട്ട് ഇൻറ്റു H ആക്കി. H ഇവിടെ H0 cos omega t ആണ്. ഒമേഗ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒമേഗ ഈക്വൽ ടു 2πf ആണ്. അഗെയിൻ F സ്റ്റാൻഡേർഡ് യൂണിറ്റിലല്ലാതെ നിൽക്കുന്നത് 1 മെഗാഹെർട്സ് ആണ്. അപ്പോൾ അതിനെ ഹേർട്സിലേക്ക് ആക്കണം. 1 × 10⁶. H0 എങ്ങനെയാണ്? അതിന് 200 മൈക്രോ ആംപിയർ പെർ മീറ്റർ എന്നാണ്. അതിനെയും സ്റ്റാൻഡേർഡിലേക്ക് ആക്കണം. 200 × 10⁻⁻6 ആംപിയർ പെർ മീറ്റർ ആക്കണം. ഓക്കെ, ഇനിയിപ്പോൾ B കണ്ടുപിടിക്കാനുള്ള ഫാക്ടേഴ്സ് എല്ലാം ആയല്ലോ. ഇനി DS, ഇൻ്റഗ്രൽ DS എന്താ? ഇൻ്റഗ്രൽ DS എന്ന് പറയുന്നത് ഏരിയ വെക്ടറാണ്, അല്ലേ? സർഫസ് ഏരിയ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് സർക്കുലർ വയറാണ്. സർക്കിളിൻ്റെ ഏരിയ എന്താ? πr². A തന്നിട്ടുണ്ട് 0.4 മീറ്റർ ആണ്. അപ്പോൾ πr² കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സോ മൈനസ് d ബൈ dt ഓഫ് B ഇൻറ്റു ഇൻ്റഗ്രൽ DS ചെയ്യാം. ഓക്കെ, സോ ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. H0 വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് കാണുമ്പോൾ H0 കോസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. അപ്പോൾ പിന്നെ ഒമേഗ ടി എന്ന് വന്നുകൊണ്ട് ഒമേഗനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് ഒമേഗ H0 സൈൻ ഒമേഗ ടി എന്ന് വരും. അതിൻ്റെ ഡെറിവേറ്റീവ് DS എൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് സർഫേസ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ മൈനസ് ഒമേഗ H0 സൈൻ ഒമേഗ ടി ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് വന്നു. ഇൻ്റഗ്രൽ DS മാത്രമായി. DS എന്ന് പറയുന്നത് πr² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൺസ് ഇതിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വാല്യൂസ് കൊടുക്കുക. ആദ്യമേ തന്നെ വാല്യൂസ് കൊണ്ട് ഇടല്ലേ. നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റഗ്രലും ഡിഫറൻഷ്യലൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടുന്ന സ്ഥാനത്തിൽ കൊണ്ടുപോയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് EMF ഇൻഡ്യൂസ്ഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
A square conducting loop of side d equal to 25 cm is located in a peak AC magnetic field of Hm equal to 1 ampere per meter varying at a frequency f equal to 5 MHz. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളത് ടൈം വേരിയിങ് ഫീൽഡാണെന്ന് മനസ്സിലാക്കേണ്ടത്. പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്, ഈ ഫ്രീക്വൻസി റേറ്റിൽ അത് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്ക്വയർ ലൂപ്പാണെന്നും പറഞ്ഞിട്ടുണ്ട്. H is perpendicular to the plane of the loop. H is perpendicular to the plane of the loop. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ ഡയറക്ഷൻ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്, ഒരു ലൂപ്പിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ ഏരിയ വെക്റ്റർ. നമുക്കറിയാം ലൂപ്പിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഒരു സ്ക്വയർ ലൂപ്പ് കിടക്കുന്നതെങ്കിൽ ടേബിളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ സ്ക്വയർ ഡി എസ് വെക്റ്റർ അല്ലേ. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എച്ച് വെക്റ്ററും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വാട്ട് വോൾട്ടേജ് വിൽ ബി റെഡ് ഓൺ എ വോൾട്ട് മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് വൺ സൈഡ് ഓഫ് ദ ലൂപ്പ്. സോ വോൾട്ടേജ് വിൽ ബി റെഡ് ഓൺ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ സെയിം. ഇൻഡ്യൂസ്ഡ് EMF മൈനസ് d∅/dt ഈസ് അഗൈൻ ഈക്വൽ ടു മൈനസ് d/dt ഓഫ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ബി കണ്ടുപിടിക്കണം, എച്ച് ആണ് തന്നേക്കണേ. എച്ച് എമ്മും എഫും ആണ് തന്നേക്കണം. അപ്പോൾ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് ഈസ് ഈക്വൽ ടു h0 cos ωt. ഒമേഗ എന്താണ്? 2πf. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ഒമേഗ അങ്ങനെ തന്നെ എഴുതാം. ലാസ്റ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ആക്കണം കേട്ടോ ഫ്രീക്വൻസീനെ. ഇനി ഡി എസ് സ്ക്വയർ ലൂപ്പ് ആണെങ്കിൽ ഏരിയ എന്താണ്? എ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ വ്യത്യാസങ്ങൾ. അപ്പോൾ ഡയറക്റ്റായിട്ട് EMF കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The circular loop conductor having a radius of 0.15 meter is placed in the XY plane. Okay, this loop consists of a resistance of 20 ohm as shown in the figure 4.5. If the magnetic flux density B is equal to 0.5 sin 10 raised to 3t AZ cap Tesla, find the current flowing through the loop. കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലാണ് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ബേസിക് എന്ന് ക്വസ്റ്റ്യൻ ചിന്തിച്ച് പോകണം. ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കേൾക്കുവാണ് കേട്ടോ. The circular loop conductor having a radius of 0.15 meter is placed in the XY plane. അപ്പോൾ XY പ്ലെയിനിൽ 0.15 meter റേഡിയസോട് കൂടിയുള്ള ഒരു സർക്കുലർ ലൂപ്പിനെ വെച്ചു. ഓക്കെ, എന്നിട്ട് അതിലോ ആ ലൂപ്പിലൊരു റെസിസ്റ്റൻസും കണക്ട് ചെയ്ത് വെച്ചു 20 ohm. ആ ഫിഗറിൽ നോക്കിയേ, കണ്ടോ? ഇനിയോ, if the magnetic flux density is B which is equal to 0.5 sin 10 raised to 3t AZ cap Tesla. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്. ഈ 10 raised to 3 ആണ് ഒമേഗ. വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഒമേഗ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഒമേഗ തന്നിട്ടുണ്ട്. അപ്പോൾ ബി തന്നിട്ടുണ്ട്, ആറ് തന്നിട്ടുണ്ട്, എ കണ്ടുപിടിക്കുന്നത് കറൻറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നു. ഒരു ലൂപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കറൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊരു വോൾട്ടേജ് അറിയണം. നമുക്കറിയാം ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ എൻക്ലോസ്ഡ് ഉണ്ട് അല്ലേ. ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ എൻക്ലോസ്ഡ്. ഈ എച്ച് ഡോട്ട് ഡി എൽ എന്താ? ഓക്കെ, അപ്പോൾ അതൊരു ഒരു രീതിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമുക്കൊരു പ്രശ്നം വരുന്നത് ഐ എൻക്ലോസ്ഡിൽ നിന്ന് ആ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതൊരു പോസിബിലിറ്റിയാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇനി വേറൊരു മെത്തേഡ് എന്താണ്? വോൾട്ടേജും റെസിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്നൊരു ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചാൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. V/R നിന്ന് ഐ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ബി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് d/dt ഓഫ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ചെയ്യാം. ബി തന്നിട്ടുണ്ട്. ഡി എസ് എങ്ങനെ കണ്ടുപിടിക്കും? πr സ്ക്വയർ വെച്ചിട്ട് ഡി എസ് കണ്ടുപിടിക്കാം. ഓക്കെ, d/dt ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ 10 raised to 3 ഇൻറ്റു 0.5 ഇൻറ്റു മൈനസ് കോസ് 10 raised to 3t വരും ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു അഗെയിൻ റേഡിയസിൻ്റെ എങ്ങനെയാണ്? πr സ്ക്വയർ. ഓക്കെ, അത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ്. എനിവേ സംഭവം സെയിം തന്നെ റിസൾട്ട് കിട്ടും, പേടിക്കണ്ട. അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഇതിപ്പോൾ
ഇത് ഉപകാരപ്പെടും. എങ്ങനെയാണെന്നറിയാവോ? ഈ മെത്തേഡ് ഫോളോ ചെയ്ത സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പ്രകാരം ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഡി ആർ ആർ ഡി ഫൈ എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. എന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കൊടുത്താൽ മതി. ഇത് ഉപകാരപ്പെടും. എപ്പോഴാണെന്നറിയാവോ? നമുക്കിപ്പോൾ സർക്കുലർ ലൂപ്പിന് പകരം സർക്കിൾ ആണെങ്കിൽ നമുക്ക് പൈ ആർ സ്ക്വയർ ആണെന്നറിയാം, സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ അറിയാം. അതൊക്കെ നമുക്ക് അറിയാവുന്ന നോൺ ഫാക്ടേഴ്സാണ്. നോൺ അല്ലാത്തൊരു ആർബിട്രറി ലൂപ്പാണ് തരുന്നത്, ആർബിട്രറി ഷേപ്ഡ് ലൂപ്പ്ഡാണ് തരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒന്നുമില്ല. അവിടെ നമുക്ക് ഈ മെത്തേഡായിരിക്കും കുറച്ചും കൂടി നന്നാവാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിലും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, അത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഷേപ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ മെത്തേഡായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഉപകാരപ്പെടാം. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ ബിയും കണ്ടുപിടിച്ചു, ഡി എസും കണ്ടുപിടിച്ചു, മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് വോൾട്ടേജ് കിട്ടി. ഇനി വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An area of 0.65 meter square in the plane Z equal to 0 encloses a filamentary conductor. Find the induced voltage if B is equal to 0.05 cos 10 raised to 3t ay cap plus az cap by root 2 Tesla. എന്നിങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ ആൻ ഏരിയ ഓഫ്. ഓക്കെ, അവിടെ ഷേപ്പ് ഒന്നും പറയുന്നില്ല, ആദ്യമേ തന്നെ ഇൻ്റഗ്രൽ ഡി എസ് എന്താണെന്ന് പറഞ്ഞു തന്നു. 0.65 മീറ്റർ സ്ക്വയർ ഇൻ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 0. ഈ സെഡ് ഈക്വൽ ടു 0 പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിസ് എ സെഡ് ക്യാപ്പാണ്. സെഡ് ഈക്വൽ ടു 0 പ്ലെയിനിലാണ് ഈ ഏരിയ കിടക്കുന്നതെങ്കിൽ ഏരിയയുടെ വെക്റ്റർ, ഏരിയയുടെ ഡയറക്ഷൻ വെക്റ്റർ എന്ന് പറയുന്നത് എ സെഡ് ക്യാപ്പാണ്. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആയി. ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇഫ് ബി. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ആണ്. ഡി എസ് വെക്ടറും തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബിയുടെ വെക്ടർ, ബിയുടെയും മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ട് ബി ഇതിൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് ചെറിയ കൺഫ്യൂഷൻ വന്നേക്കണേ. വേറെ എവിടെയും ചേഞ്ച് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്. എന്താണ്? എ വൈ ക്യാപ് പ്ലസ് എ സെഡ് ക്യാപ് ബൈ റൂട്ട് 2. ഓക്കെ, എ വൈ ക്യാപ് ബൈ റൂട്ട് 2 ഡോട്ട് എ വൈ ക്യാപ് ഡോട്ട് എ സെഡ് ക്യാപ് എപ്പോഴും 0 സോ ഫസ്റ്റ് ഫാക്ടർ നോക്കണ്ട. പിന്നെ എ സെഡ് ക്യാപ് ഡോട്ട് എ സെഡ് ക്യാപ്പ് ആണ്, അത് 1 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് പോകും. 0.05 cos 10 raised to 3t by root 2 അതതിൻ്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് പോകും. എ സെഡ് ക്യാപ്പ് മാത്രമേ എടുത്താൽ മതി. എ വൈ ക്യാപ്പിൻ്റെ ആ ഒരു ഫംഗ്ഷൻ തന്നെ ക്യാൻസൽ ആയിട്ട് പൊയ്ക്കോളും. ഓക്കെ, സോ അതിൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഈ ഒരു ഇത്ര മാത്രം നോക്കിയാൽ മതി. 0.05 cos 10 raised to 3t by root 2 ഡോട്ട് 0.65 മീറ്റർ സ്ക്വയർ ഈ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിനെ അപ്പോൾ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ കാണാം, അതിനുശേഷം ഇൻറ്റു 0.65 ചെയ്യാം, ആൻസർ കിട്ടും. വേറെ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു വെരി മച്ച്.